കഴിഞ്ഞ ന്യൂ ഇയറിന്, അതായത് 2025 സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞങ്ങൾ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ടൈം ക്യാപ്സ്യൂൾ ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണം എന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇതും നടന്നില്ല. പക്ഷേ ഇത്തവണത്തെ ന്യൂ ഇയറിന് ഞങ്ങൾ എന്തായാലും അത് സെറ്റാക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയാക്കായിരുന്നു. ചെന്നപ്പോൾ തന്നെ ഫുഡ് അത് മസ്റ്റ് ആണല്ലോ. അത് കഴിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. തുടക്കത്തിലേ തന്നെ ഞങ്ങൾ ഫ്യൂച്ചർ സെൽഫിനൊരു ലെറ്റർ എഴുതാമെന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. ഇതിൽ ഏറ്റവും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യം അതായിരുന്നു. എന്തൊക്കെ എഴുതണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആലോചിച്ചും പിടിച്ച് എഴുതി വന്നപ്പോൾ ഒരു നേരമായി. ആ നേരത്താണ് എൻ്റെ കയ്യിൽ ഈ പാവ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട്. അത്രയും നേരമായപ്പോൾ ചേച്ചി വന്ന് ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് എഴുന്നേറ്റ് ചെന്നു. ഞം അത് നിർബന്ധമാണല്ലോ ഉച്ചയാകുമ്പോൾ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പണി പിന്നെയും തുടങ്ങി. ആ ഒരു ബ്രഷ് കൊണ്ട് അവൾ എൻ്റെ കയ്യിലൊരു താജ്മഹൽ തന്നെ പണിയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് A4 ഷീറ്റ് എടുത്ത് താഴ്ത്തുന്ന മാറ്റി വെക്ക്, വേറെ പേപ്പർ ഇനി കയ്യിലില്ല, അതും കൂടി ഉള്ളൂ എന്നൊക്കെ. എനിക്ക് നല്ലോണം ഫിംഗർ പ്രിൻറ്റ് വെക്കാൻ അറിയാം, ഞാൻ വെച്ച് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഭയങ്കര ആളായിട്ട് വെച്ച് കാണിച്ചതാണ്. ഇതായിരുന്നു അവസ്ഥ. എന്നാലും ഞാൻ സമ്മതിച്ചില്ല, എനിക്ക് വെക്കാൻ അറിയാത്തതുകൊണ്ടാണ്. അത് പെയിൻ്റ് അടിച്ചതിൻ്റെ കുറ്റാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തൊരു സാധനം ചെയ്താലും അലങ്കോല പണി അത് നമ്മളുടെ ഒരു കൂടപ്പിറപ്പാണല്ലോ, അത് മസ്റ്റാണ്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. അലങ്കോലാക്കി. ആ ലെറ്ററിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കൂ, വാവ്, ബ്യൂട്ടിഫുൾ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അത്രയും ചെയ്ത് വന്നിരുന്നപ്പോഴേക്കും നമ്മൾ പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചു ഗൈസ്. ഐസ്ക്രീം എൻ്റെ ഫ്രണ്ടിന് ഫസ്റ്റ് സാലറി കിട്ടിയിട്ട് അവൾ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്തതായിരുന്നു. ഫസ്റ്റ് സാലറി എന്ന് പറയുമ്പോൾ അവളൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. ഇപ്പോൾ പിള്ളേർക്ക് ഡാൻസ് പഠിപ്പിക്കാനും അവൾ പോകുന്നുണ്ട്. പണ്ട് തൊട്ടേ ഞങ്ങൾ അവളുടെ അടുത്ത് പറയുന്നൊരു കാര്യമായിരുന്നു, നീ ഒരു ഡാൻസ് ടീച്ചർ ആവണം, സ്വന്തമായിട്ടൊരു ഡാൻസ് ക്ലാസ് ഇടണം, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഏകദേശം 2 ക്ലാസ്സിൽ അവൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബക്കറ്റ് ലിസ്റ്റ്, ഞങ്ങളുടെ +2ൻ്റെ ID കാർഡ്, പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുഞ്ഞു പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങൾ, ഞങ്ങളുടെ ഫോട്ടോ, അത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇനി 2030 തുറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.